ഒമ്പതാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, തിങ്കളാഴ്ചത്തെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള 3 കഥാപാത്രങ്ങളെ നിങ്ങളുമായി ആ കഥാപാത്രങ്ങൾ എഴുതുമ്പോൾ എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോയിൽ സാർ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യത്തെ കഥാപാത്രം തത്തക്കൂട്ട് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന പാക്യം എന്ന് വിളിക്കുന്ന കഥാപാത്രമാണ്. ആ കഥാപാത്രം എഴുതുമ്പോൾ എന്തൊക്കെയാണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. നോക്കൂ, കഥാപാത്രത്തിൻ്റെ സ്ഥാനം, അതായത് കഥാപാത്രത്തിന് കഥയിലുള്ള സ്ഥാനം കൃത്യമായി നിർണയിച്ച് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കും. അതിനാണ് മക്കൾക്ക് 1.5 മാർക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ഭാഗ്യലക്ഷ്മിയെ അവതരിപ്പിക്കുന്നപ്പോഴാണ് കാക്കകളുടെ ആക്രമണത്തിൽ നിന്നും ഒരു തത്തക്കുഞ്ഞിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് കുട്ടിക്കൃഷ്ണൻ വരുന്ന സമയത്ത് വിളിക്കുന്നുണ്ട് ഭാഗ്യം. ആ സമയത്ത് ഉച്ച ഉറക്കിനുള്ള കോപ്പ് കൂട്ടിക്കൊണ്ടിരുന്ന ഭാഗ്യലക്ഷ്മിയാണ് ഭാഗ്യലക്ഷ്മിയെയാണ് കാണുന്നത്, അല്ലേ? അതിനുശേഷം തത്തയ്ക്ക് വെള്ളം കൊടുത്തുകൊണ്ട് അതിനെ ചാരുകസേരയുടെ നടുക്കിരുത്തി ഇരുവശത്തും ഇരുന്ന് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ താലോലിപ്പിക്കുന്ന ഭാഗ്യലക്ഷ്മിയെ നമ്മൾ കാണുന്നുണ്ട് കുട്ടികൃഷ്ണനോടൊപ്പം. അതിനുശേഷം ഭാഗ്യം ആ തത്തയുമായുള്ള അടുപ്പം, തൻ്റെ നഗരത്തിൽ വസിക്കുന്ന അല്ലെങ്കിൽ മറ്റു രാജ്യത്ത് വസിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ താലോലിക്കാനുള്ള താല്പര്യം മൂത്ത്, അല്ലെങ്കിൽ അത് നടക്കാതെ വന്നപ്പോൾ ആ താല്പര്യം മുഴുവൻ ഈ തത്ത കുഞ്ഞിലൂടെ ആ വിഷമം തീർക്കുന്ന ഭാഗ്യലക്ഷ്മിയാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന കഥാപാത്രം കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന അമ്മമാരുടെ പ്രതിനിധിയാണ്. വാർദ്ധക്യത്തിൽ സ്വന്തം പേരക്കുട്ടികളെയോ മക്കളെയോ അടുത്ത് കാണാനുള്ള ഭാഗ്യമില്ലാതെ പോകുന്ന അമ്മമാരുടെ പ്രതീകമാണ് ഭാഗ്യലക്ഷ്മി എന്നുള്ളത്. അതാണ് ഭാഗ്യലക്ഷ്മിക്ക് കഥാപാത്രത്തിൻ്റെ സ്ഥാനം തിരിച്ചറിയുക അത്തരത്തിലുള്ള പ്രയോഗങ്ങളിലൂടെയാണ്. അതുപോലെ ഭാഗ്യലക്ഷ്മിയും തത്തയും തമ്മിലുള്ള ബന്ധം, ഭാഗ്യലക്ഷ്മിയെ കളിയാക്കുന്നത്, തത്തയെ കെട്ടിച്ചയക്കാൻ വേണ്ടി വ്യഗ്രത കൂട്ടുന്ന ഭാഗം, അതൊക്കെ ഒരു മനുഷ്യ രൂപത്തിലേക്ക് ഈ തത്തക്കുഞ്ഞിനെ ഭാഗ്യലക്ഷ്മി കാണുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് എന്നുള്ളത് കൂടി ഓർത്ത് വെക്കുക. പിന്നെ കഥാപാത്രത്തിൻ്റെ ജീവിത വീക്ഷണം, നമുക്കറിയാം പാഠഭാഗത്തിൽ ഉടനീളം നമുക്ക് ആ സ്വഭാവ സവിശേഷതകളും ജീവിത വീക്ഷണവും നമുക്ക് കാണാൻ പറ്റും. കാരണം തത്തയെ ഒരു പെൺകുട്ടിയായി കണ്ടുകൊണ്ട് കെട്ടിച്ചയക്കണം, നിൻ്റെ വികൃതി കൂടുന്നുണ്ടെന്നൊക്കെ അതിനോട് പറയുന്നത് ശരിക്കും ഒരു പേരക്കുട്ടിയായി തന്നെയാണ് അതിനെ കാണുന്നത്. അപ്പോൾ അവരുടെ ജീവിത വീക്ഷണവും സ്വഭാവമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി നിങ്ങളുടെ നിരീക്ഷണം, ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്നത് വർത്തമാനകാല അന്തരീക്ഷത്തിലെ പല അമ്മമാരുടെയും പ്രതിനിധിയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ എഴുതണം. ആശയ വ്യക്തതയോടുകൂടി ക്രമീകരിച്ച് എഴുതണം. അതിനാണ് മാർക്ക്. ഇനി നമുക്ക് മറ്റൊരു കഥാപാത്രം അച്യുതം മാമയാണ്. അച്യുതം മാമ എന്ന് പറയുന്ന എൻട്രൻസ് ചെയ്യുന്ന കുട്ടി എന്ന നോവലിലൊരു ഭാഗം, അച്യുതം മാമ തൻ്റെ മരുമകനായ മാധവനോട് ചില കാര്യങ്ങൾ പറയാനായി എത്തുന്ന കഥാപാത്രം. ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് കഥ തന്നെ ആരംഭിക്കുന്നത്. അതാണ് ഒരു കഥാപാത്രം. എന്തു പറയുമ്പോഴും നീണ്ട ഒരു ആമുഖത്തോടെ തുടങ്ങുന്ന കഥാപാത്രമാണ്. മുൻജന്മ സുഹൃതങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് അച്യുതമാമ എഴുതുക എന്ന് മാധവൻ തന്നെ പറയുന്നുണ്ട്. അതിന് ആ സൂചന ഉണ്ടാവണം. അച്ഛൻ മരിച്ച മാധവൻ്റെ ജീവിതത്തിൽ ആ സ്ഥാനമായിരുന്നു അച്യുതമാമയ്ക്ക്, അല്ലേ? അച്യുതമാമയുടെ കൈ പിടിച്ചുകൊണ്ടാണ് കുഴിനകം കുത്തിയ കൈവിരലിൽ തൂങ്ങിയാണ് താൻ തൻ്റെ ബാല്യത്തിൻ്റെ ഉത്സവത്തിന് കൊടിയേറ്റം നടത്തിയത് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അച്ഛനില്ലാത്ത തനിക്ക് അച്ഛൻ്റെ സ്ഥാനം തന്നെയായിരുന്നു അദ്ദേഹം എന്നുള്ളത്. മരുമകൻ്റെ തിരക്കിനെ ശാന്തതയോടെ നോക്കിക്കാണുന്നു. സാരമില്ല മാധവ, ഞാൻ പിന്നെ വരാം, അല്ലെ? അച്യുതമാമ പലപ്പോഴും മാധവൻ്റെ തിരക്കിനെ അങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അല്ലേ? അച്യുതമാമയ്ക്ക് അറിയാം മാധവൻ്റെ തിരക്ക്, അതുകൊണ്ട് തന്നെ ശാന്തനാണ്. പെങ്ങൾക്കും മരുമകനും അവകാശപ്പെട്ട പണം കൊടുക്കാൻ വേണ്ടി നിരന്തരം അവരെ സമീപിക്കുന്ന, അതിനുവേണ്ടിയാണ് അദ്ദേഹം വരുന്നത്, അല്ലേ? തുടക്കത്തിൽ മാധവ എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോഴും, അത് കഴിഞ്ഞ് മാധവൻ തിരിച്ചു പോകുമ്പോഴും, മാധവൻ ആ തിരക്കിൻ്റെ ലോകത്തിലൂടെ പോകുമ്പോഴൊക്കെ വീണ്ടും 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 വന്ന് കാണുന്നതുമൊക്കെ അവർക്ക് അവകാശപ്പെട്ടത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. മനസ്സിലായില്ലേ? ജീവിതത്തിൽ തീർത്തും ഒറ്റപ്പെട്ടു പോയി, ഞാൻ പോവുകയാണ്, ഇനിയൊരു മടക്കമുണ്ടാവില്ല, നിനക്കും നിൻ്റെ അമ്മയ്ക്കും അവകാശപ്പെട്ട സ്വത്തിൻ്റെ വിറ്റതിൻ്റെ പണമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പണം ഏൽപ്പിച്ചത്.
അപ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ കഥാപാത്രമാണ്, ദുഃഖവും ദുരിതവും നിറഞ്ഞ കഥാപാത്രമാണ്. എന്നാൽ മാധവൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനോട് വല്ലാത്തൊരു അടുപ്പം വെച്ച് പുലർത്തിയിരുന്ന കഥാപാത്രമാണ്. ഇങ്ങനെയുള്ള രൂപരേഖകളൊക്കെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ആ കഥാപാത്രത്തെ തിരിച്ചറിയേണ്ടത്. അതുപോലെ തന്നെ അച്യുതമാമയിലെ മറ്റൊരു കഥാപാത്രമാണ് മാധവൻ എന്ന് പറയുന്ന കഥാപാത്രം. തിരക്കിൽ നിന്നും തിരക്കിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കഥാപാത്രം. നിങ്ങൾക്കറിയാം, എന്താണ് ഒരു തേങ്ങ മലവെള്ളപ്പാച്ചിലിൽ അല്ലെ പുഴയിലൂടെ ലക്ഷ്യബോധമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തേങ്ങയെ പോലെയാണ് എന്നൊക്കെയുള്ള സൂചന. കുടുംബത്തിനും വേണ്ടപ്പെട്ടവർക്കും വേണ്ടി സമയം നീക്കിവെക്കാനില്ലാത്ത കഥാപാത്രം, സ്വന്തം കുളിക്കാൻ പോലും സമയം കണ്ടെത്താൻ ഇല്ലാത്തൊരു കഥാപാത്രമാണ് അദ്ദേഹം, അല്ലേ? അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് വാഷ് നടത്തിയിട്ടാണ് അദ്ദേഹം പോകുന്നത് തന്നെ. അതൊന്ന് ഓർത്ത് വെക്കുക. ജോലി ബാധ്യതയാൽ വീർപ്പുമുട്ടുന്ന ആധുനിക മനുഷ്യൻ്റെ പ്രതീകമാണ്, അല്ലെ? ആധുനിക മനുഷ്യൻ്റെ നഗരജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആധുനിക മനുഷ്യൻ്റെ തിരക്കിൽ നിന്നും തിരക്കിലേക്ക് ഒഴുകി സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോവുകയും ജീവിക്കാൻ മറന്നു പോവുകയും ചെയ്യുന്ന സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ, ഒരു മിഡിൽ ക്ലാസ് യുവാവിൻ്റെ, ഒരു മിഡിൽ ക്ലാസ് മധ്യവയസ്കൻ്റെ ജീവിത വ്യഥകൾ അനുഭവിക്കുന്ന കഥാപാത്രമാണ് മാധവൻ. തൻ്റെ മകനോടൊപ്പം പോലും സമയം ചെലവഴിക്കാൻ കഴിയാതെ പോകുന്ന ഒരു അച്ഛനാണ്. അച്യുതമാമ തൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് അറിയുന്ന കഥാപാത്രമാണ്. ഇത്രയും കാര്യങ്ങളാണ് 3 കഥാപാത്രങ്ങൾ. എൻ്റെ കുഞ്ഞുമക്കൾ പഠിച്ചു വെക്കുക. 3 കഥാപാത്രങ്ങളുടെ രൂപരേഖയും കാര്യങ്ങളും, അവരുടെ കഥയിലുള്ള സ്ഥാനം, അവരുടെ കഥാപാത്രത്തിൻ്റെ വ്യക്തത, അവരുടെ ജീവിത വീക്ഷണം തുടങ്ങിയവയൊക്കെ എഴുതി കഴിഞ്ഞാൽ 6 മാർക്കിൻ്റെ ചോദ്യമാണ് മക്കളെ. നിർബന്ധമായി ഈ 3 കഥാപാത്രങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വരാം, അത് എഴുതുക. ഓക്കെ മക്കളെ?